പ്രിയപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോ ഉമ്മ മഹദി റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെ താരാട്ട് പാടുകയായിരുന്നു. താരാട്ട് പാട്ടുറക്കും. എന്താണ് താരാട്ടെന്നറിയുമോ? ഫകാനത് തുലഖിനുഹു, ആ പ്രിയപ്പെട്ട മോൻ അനസ് റളിയല്ലാഹു അൻഹുവിന് ഉമ്മ റുമൈസ ബീവി പറഞ്ഞു കൊടുത്തിരുന്ന വാക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പോലും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, അനസ് തങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോ മുത്തുനബിക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണ്. മദീനയിൽ വന്ന് നബി തങ്ങൾ മദീനയിൽ ജീവിച്ച കാലം 10 കൊല്ലമാണ്. അതുകൊണ്ടാ 10 ഒതുങ്ങിയത്. 100 വയസ്സ് കഴിഞ്ഞിട്ട് അനസ് എന്നവർ വഫാത്താകുന്നത്. സ്വഹാബികളിൽ അവസാന കാലങ്ങളിൽ വഫാത്തായി പോയ സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ പ്രിയപ്പെട്ട അനസ് എന്നവരെ ചെറിയ കുട്ടിയായിരുന്നപ്പോ മുസ്ലിമായ ഉമ്മ, വാപ്പ ഇട്ടേച്ചു പോയിട്ടുണ്ട്. മാലിക് ബിൻ നദർ മുസ്ലിമാൻ. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോയാൽ അവിടെ ഓട്ടോമാറ്റിക്കലി, അവിടെ ഇൻസ്റ്റന്റ്ലി തൊലാഖ് സംഭവിക്കും. തൊലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല. ഭർത്താവ് മുസ്ലിമാണ്, ഭാര്യ മുസ്ലിമല്ല, അവർക്കൊരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അവൾ മുസ്ലിമായിട്ട് വരണം, അല്ലെങ്കിൽ മുസ്ലിമിനെ കല്യാണം കഴിക്കേണ്ടി വരും. വലിയ ത്യാഗമാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുസ്ലിമായി വരുന്ന എത്രയോ സഹോദരന്മാരില്ലേ, എത്രയോ ആളുകൾ. ഭയങ്കര ത്യാഗമാണ് അവരൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ കാലം മുഴുവൻ ഡിലീറ്റ് ചെയ്യണ്ടേ? കഴിഞ്ഞത് മുഴുവൻ ഫോർമാറ്റ് ചെയ്യാന്നൊക്കെ പറയില്ല നമ്മള്, കമ്പ്യൂട്ടർ. കഴിഞ്ഞ മുഴുവൻ കാലം കഴിഞ്ഞു. പേര് മാറ്റി, ഐഡന്റിറ്റി മാറ്റി, എല്ലാം മാറ്റി. ഇപ്പോഴാ മുസ്ലിം ആവുക. നമ്മളൊക്കെ റമദാൻ മാസം നോമ്പ് നോറ്റിട്ട് ഏമ്പക്കെട്ട് നടക്കുക ഞാനും മുസ്ലിമാന്ന് പറഞ്ഞിട്ട്. ഇവരൊക്കെ ചെയ്യുന്ന ത്യാഗം കാണണം. അങ്ങനെ മുസ്ലിമായി വന്ന 2 ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്, എനിക്കറിയാം. വലിയ ത്യാഗമാണത്, വലിയ ത്യാഗമാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ്. അള്ളാഹു തആല അവർക്ക് 2 കൂലിയാ കൊടുക്കുക. 2 കൂലിയാണ്. ഒന്ന് ധർമ്മസമരത്തിന്റെ കൂലി പോലത്തെ കൂലി. സ്വന്തം നാട്ടുകാരിൽ സത്യവും ധർമ്മവും എന്താണെന്ന് മനസ്സിലായിട്ടും എന്തെങ്കിലും തഅസ്സുബിന്റെ പേരിൽ, റൈസിസത്തിന്റെ പേരിൽ അത്തരം ആളുകളെ വേട്ടയാടുന്നവർക്കിടയിൽ നിന്നുകൊണ്ടാണ് അവർ കലിമത്ത് ഷഹാദ ചൊല്ലുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അനസ് എന്നവരെ മടിയിൽ വെച്ച് താരാട്ട് പാടുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി, വളരെ ഖൈറാണ്. ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിങ്ങനെ പാടുമ്പോ അനസ് എന്നവരുടെ വാപ്പ, മുസ്ലിമല്ലാത്ത വാപ്പ മാലിക് ബിൻ നദർ അന്നേ പറയും റുമൈസ ബീവിയോട്, പെണ്ണേ ലാ തുഫ്സിദി അലാ ഇബ്നി, എന്റെ മകനെ നീ നശിപ്പിക്കല്ലേ പെണ്ണേ, എന്റെ മകനെ നീ നശിപ്പിക്കല്ലേ. അയാൾ പറയും. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയും ഇന്നി വല്ലാഹി ഉഇദ്ദു ഇബ്നി ലിഅംരിൻ ലാ തഅലമു, നിങ്ങളറിയാത്ത ഒരു പ്ലാൻ എന്റെ മകനെ കുറിച്ച് എനിക്കുണ്ട്. ആ കാര്യം നടപ്പാക്കാനാണ് എന്റെ മോനെ ഞാൻ വളർത്തുന്നത്. അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ പറയും. അങ്ങനെ സംസാരിക്കാൻ പ്രായമാവുന്നതിന്റെ മുമ്പേ, വാക്കുകൾ നാവിൽ പറയാൻ പ്രായമാകുന്നതിന്റെ മുമ്പേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി കണ്ണുകൊണ്ട് കാണപ്പെടാത്ത, കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത, എന്നാൽ ഈ മഹാപ്രപഞ്ചം സംവിധാനിച്ച ഏക ഒരുത്തനായ പടച്ചവനാരോ ആ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്നും വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അമ്പിളിമാമനെ പോലെ പരിപൂർണ ചന്ദ്രന്റെ ശോഭയുള്ള, അതിനേക്കാൾ ലാവണ്യവും ചമൽക്കാരവുമുള്ള ഈ മുത്ത് നബിയുണ്ടല്ലോ, അത് അല്ലാഹു ഈ ലോകത്തെ മനുഷ്യർക്ക് എന്താണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, എങ്ങനെ ജീവിക്കണമെന്നാണ് അല്ലാഹുവിന്റെ തീരുമാനമെന്ന് അവൻ അറിയിച്ചു കൊടുത്ത അവന്റെ ദൂതനാണ്, അവന്റെ റസൂലാണ് മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആ ഷഹാദത്തിന്റെ വാക്കിന്റെ അർത്ഥം, നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഈ വാക്കിങ്ങനെ പറയുമ്പോഴിടക്കിങ്ങനെ ഭർത്താവ് പറയും, വേണ്ട വേണ്ട, നീ ഇതൊന്നും പറയണ്ട, വേറെ വല്ല പാട്ടും പാടിക്കൊടുക്കേ. ആ പാട്ടാടുന്ന ഏർപ്പാടൊക്കെ നിർത്തിയില്ലപ്പോ ലായിലല്ലതൊക്കെ തിരിച്ചു പോകുന്നില്ലേ? ഇടക്ക് ഭയങ്കര എന്തൊക്കെയോ പാട്ടൊക്കെ പാടി അല്ലേ? നമ്മളെ കാസർകോട്ടുകാരായ എല്ലാ തരത്തിലെ ഗാനമേളയും വെക്കുന്ന ആൾക്കാർ, ഞാനത് തുറന്നു പറയാണ്.
നിങ്ങൾ അള്ളാനെ പേടിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അള്ളാനെ ഇഷ്ടമാണ്, ഇബ്ലീസിനെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ചില ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാരും അല്ലേ, കുറച്ച് ആൾക്കാർ ദീനിനും ദാവീർ ആരും മൂത്തൊക്കെ നോക്കണ്ടേ, ഞാൻ ആരും ഉദ്ദേശിച്ച് പറയില്ല. നിങ്ങളത് ചെയ്യരുത്. അബുദാബിയിലേക്ക് അവിടുത്തെ വേറെ ജില്ലക്കാർ, എന്റെ ജില്ലക്കാർ, മലപ്പുറം ജില്ലക്കാരടക്കം, പൊന്നാരുസ്താദെ നിങ്ങൾ സ്ഥിരം പോണ ജില്ലയാണ് ഈ കാസർഗോഡില്ല, അവിടത്തേരാണല്ലോ ഈ ഗാനമേള. അബുദാബിയിലും വെക്കലോലാണ്, ദുബൈയിൽ വെക്കലോ അവരെന്നെയാണ്, ഷാർജയിൽ വെക്കലോ അവരെന്നെയാണ്, ഇവിടെ വെക്കണതോ അവരെന്നെയാണ്. നിങ്ങൾ ഇക്കാലം വരെ അവിടെ ഓടി നടന്നിട്ടൊന്നും ഇത് നന്നാക്കാൻ പറ്റിയിട്ടില്ലേ എന്ന് എന്നോട് ചോദിക്കും. എനിക്കൊരു മാനക്കേട് വന്നാറുണ്ട്. നിങ്ങൾ ഇന്ന് സ്വന്തം നാട്ടുകാരെ പോലെ ഞാൻ കാണുന്നത്, നിങ്ങൾ അങ്ങനെ കണ്ടല്ലോ എന്നറിയില്ല, എനിക്കങ്ങനെയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും പറഞ്ഞു നിർത്തിക്കളി. കുറെ കാലം അങ്ങനെയൊക്കെ നടന്നില്ലേ, വല്ലതും കിട്ടിയോ? ആളെ മരിച്ചു പോകുമ്പോ ആരെങ്കിലും ഇത് പറയോ? ഇപ്പൊ ഞാൻ മയ്യത്തസ്കരിക്കാൻ നേരത്തെ പറയോ ഇപ്പൊ മറ്റേ ഗാനമേള നടത്തി വിജയിപ്പിച്ചു കൊടുത്ത ആളാണ് ഈ കിടക്കണത് കേട്ടോ, അന്നും മിണ്ടൂല. എന്തേലും ഉണ്ടാക്കുന്നറിയോ? അള്ളാഹ് പറ്റാത്തതാണെന്ന് സർവ്വ മനുഷ്യർക്കും അറിയാം, അതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയാത്തത്. അല്ലെങ്കിൽ പറയില്ലേ, ആ പള്ളി ഉണ്ടാക്കിയ ആളാണ്, ആ മദ്രസന്റെ ആളാണ്. ആരെങ്കിലും പറയാറുണ്ടോ ഗാനമേളക്ക് മറ്റേ നടന്ന കൊണ്ടുവന്ന ആളാന്നൊക്കെ? ഒന്നും പറയില്ല. അതൊക്കെ മനുഷ്യന്മാര് പറയും, ഒരു പറഞ്ഞു തീരും. അതിന്റെ ശിക്ഷ അങ്ങനെ വന്നുകൊണ്ടിരിക്കും ഖബറിന്റെ ഉള്ളിലേക്ക്. ദയവ് ചെയ്ത് പൊന്നു ചെറുപ്പക്കാർ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാം, ഇവിടുന്ന് അങ്ങോട്ട് അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അള്ളാഹ് പുറത്തരട്ടെ. ആമീൻ. അള്ളാഹ് പുറത്തരട്ടെ. നിങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് അള്ളാഹ് തന്നിട്ടുണ്ട്, ഒരുപാട് പൈസ അള്ളാഹു തന്നിട്ടുണ്ട്. നല്ല വിലപിടിപ്പുള്ള വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളിൽ ഓടിയത് മുസ്ലിമീങ്ങളുടെ കയ്യിലാണ് അധികം അള്ളാഹ് കൊടുത്തത്, അല്ലേ? അള്ളാഹുവിനോട് നന്ദി കേട് ചെയ്യരുത്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ വീട്ടിൽ അടങ്ങിയിരുന്നോടെ. മനുഷ്യർക്ക് ഹറാമ് കേൾക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ലേ, നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ. അതുകൊണ്ട് അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ ചെറുപ്പക്കാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നിങ്ങൾക്ക് അതുകൊണ്ട് വല്ല വിഷമം എന്നോട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് കേട്ടോ. വിഷമം തോന്നി എനിക്ക് കുഴപ്പമില്ലേ, നിങ്ങളിത് ചെയ്യരുത്. കാസർകോട്ടുകാർ ചെയ്യരുത്. അടുത്ത ജില്ലക്കാരോട് അവിടെ പോയിട്ട് ഓരോ പേരുണ്ട് പറഞ്ഞോണ്ട് നിങ്ങളത് ചെയ്യല്ലേ. ഞാൻ അധികം വേല പറഞ്ഞത് കാസർഗോഡ് ജില്ലയിലാണ്. എന്റെ നാട്ടുകാരെന്നെ ഭയങ്കര പരാതിയില്ല, സ്വന്തം നാട്ടിൽ വേല വരെ ഒരു ദിവസം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ ചെയ്യുക, നിങ്ങൾ എന്നെ പിടിച്ചാൽ എന്താ ചെയ്യാ, പോകാൻ പറ്റണില്ല ഇവിടുന്ന്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങളത് ചെയ്യാതിരുന്നാല് നിങ്ങൾ ഈ ഏർപ്പാടും ഈ വക ഗാനമേളൊക്കെ മുസ്ലിമീങ്ങളുടെ ലേബിലൂടെ ചെയ്യരുതേ. ദയവ് ചെയ്തിട്ട് പറയാം, ദയവ് ചെയ്തിട്ട് പറയാം. വേറെ ഏതെങ്കിലും സംഘടനക്കാരൊക്കെ പലതും ചെയ്യുന്നുണ്ടാവും, കൂടി ചെയ്തോട്ടെ. നമ്മളത് ചെയ്യരുത്, നമ്മളത് ചെയ്യരുത്. അള്ളാഹു നല്ല ബോധം തരട്ടെ. ആ കൊടുത്ത പൈസക്കൊക്കെ പകരം ഏതെങ്കിലും ആളുകൾ അങ്ങനെ വല്ല ഗാനമേളയെ കൂടെ നടത്തിപ്പോയവരുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമായി എത്രയാണോ ആ ഗാനമേളക്ക് നിങ്ങൾ പൊടിപിടിച്ച് കളഞ്ഞത് അത്രക്ക് തുല്യമായ സംഖ്യ ഏതെങ്കിലും ഒരു പള്ളി എടുത്തു കൊടുത്തിട്ടോ ഒരു മദ്രസ എടുത്തു കൊടുത്തിട്ടോ നിങ്ങൾ ഇതിന് പകരം ചെയ്തോളൂ, അല്ലെങ്കിൽ അത് പ്രായശ്ചിത്തമാവില്ല. നമ്മുടെ കാതുകളെ സൂക്ഷിച്ച്, നമ്മുടെ ചെവികളെ സൂക്ഷിച്ച്, കണ്ണിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. സഹോദരിമാർ മ്യൂസിക്കിന് അഡിക്റ്റുകളായി പോയവരുണ്ട്. ചെറുപ്പക്കാർ എപ്പോഴും മ്യൂസിക് മാത്രം കേൾക്കുന്നവരുണ്ട്, പാട്ട് മാത്രം. അതില്ലാതെ ഉറക്കമില്ല, അതില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. അത് കേട്ട് 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 അങ്ങനെ ഉറക്കത്തിലേക്ക് മയങ്ങി വീഴുകയല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത മ്യൂസിക്കിന്റെ അഡിക്റ്റുകളില്ലേ? ഒന്ന് കേൾക്കണേ എന്ന് അള്ളാഹു വിളിച്ചു. അള്ളാഹു മലക്കുകളോട് പറയും, അസ്മിഊഹും തംജീദി വതഹ്മീദി. കാതുകൾ കേട്ടതിൽ വെച്ച് ഏറ്റവും മധുരമുള്ളത്, കാതുകൾ ആനന്ദിച്ചതിൽ വെച്ച് ഏറ്റവും ആനന്ദകരമായത് അള്ളാഹുവിന്റെ തസ്ബീഹും അള്ളാഹുവിന്റെ ഹംദും, എന്റെ ഹംദും തസ്ബീഹും ആ കാതുകളെ കേൾപ്പിക്കുവിൻ. അവരാണല്ലോ എനിക്ക് വേണ്ടി കാതുകളെ സൂക്ഷിച്ചവർ, അവരാണല്ലോ എനിക്ക് വേണ്ടി ചെവിയെ സൂക്ഷിച്ചത്. അതുകൊണ്ട് ഏറ്റവും മധുരമുള്ളത്, ഏറ്റവും മനോഹരമായത്, കർണാനന്ദകരമായത്, ഏറ്റവും നല്ല ശബ്ദം എന്റെ ഹംദും എന്റെ തസ്ബീഹും അല്ലാഹു തആല, റബ്ബിന്റെ അല്ലാഹു തആല, റബ്ബ് തന്നെ അവർക്ക് വേണ്ടി ചൊല്ലിക്കൊടുക്കുന്ന തസ്ബീഹ്, അത് നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുവിനെന്ന് അള്ളാഹുവിന്റെ മാലാഖമാരോട് അള്ളാഹു ഉത്തരവ് കൊടുക്കുന്നു. ആർക്കാണ് ഈ ഭാഗ്യം എന്നറിയുമോ? കാത് സൂക്ഷിച്ചവർ, കാത് സൂക്ഷിച്ചവർ. ദഫ്മുട്ടല്ലാതെ മറ്റു കാര്യമായ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ പ്രേമപ്പാട്ടുകൾ പാടിയതിനെ സംബന്ധിച്ചാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അന്നത്തെ ചില കാവ്യങ്ങളുണ്ട് പെണ്ണുങ്ങളെ വർണ്ണിക്കുന്നത്, സ്ത്രീകളുടെ ശാരീരികമായ സൗന്ദര്യം വർണ്ണിക്കുന്നത്. ആ പാട്ടുകൾ കേട്ടപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാദിഹി റുഖിയത്തുസ് സിനാ, ഇത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് എന്ന്. കാര്യം എവിടെ എത്തി?
കാര്യമായ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളൊന്നുമില്ല. പക്ഷെ പാടുന്ന പാട്ടിന്റെ ആശയം ഒരു പെണ്ണിന്റെ ശരീരത്തെ സംബന്ധിച്ചുള്ള വർണ്ണനകളാണ്, വാക്കുകളാണ്. വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് എന്ന് പറഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ഉലമാ ആ വാക്ക് തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് എങ്ങാനും 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ മഹാനായ ആ സ്വഹാബി റളിയല്ലാഹു അൻഹു നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഗാനമേളകളും പെരുന്നുകളുമൊക്കെ കണ്ടിരുന്നുവെങ്കിൽ എന്താവും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുക. സുബ്ഹാനല്ലാഹ്, ഇതൊന്നുമില്ലാത്ത കാലത്ത് തന്നെ അവര് പറഞ്ഞു റുഖിയത്തുസ്സിന. ഇത്തരം പാട്ടുകൾ നിങ്ങൾ കേൾക്കുമ്പോ, സിനിമയിലെ ചില രംഗങ്ങൾ, പാട്ട് സീനുകൾ, അല്ലാത്തത് ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ വരുന്ന ആഗ്രഹം എന്താണ്? ഒരു അന്യ പെണ്ണിന്, ഒരു അന്യ ആണിനോടൊരു പെണ്ണിനും, ഒരു അന്യ പെണ്ണിനോടൊരു ആണിനും മനസ്സിന്റെ ഉള്ളിൽ അഭിനിവേശമുണ്ടാക്കാൻ, പ്രേമമുണ്ടാക്കാൻ, പൈശാചികമായ ചിന്തകളുണ്ടാവാൻ ഇതിനല്ലാതെ മറ്റെന്തിനാണ് ഇതൊക്കെ സഹായിക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ വഴിവെക്കുന്നത്? ഈ വചനങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂക്ഷിക്കാൻ വേണ്ടി ഷഹ്റു ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നല്ലാഹ ജല്ല സനാഉഹു യഖൂലു ലിമലായികതിഹി, അല്ലാഹു അവന്റെ മലക്കുകളോട് പറയും, ഇന്ന ഇബാദി കാനൂ യുഹിബ്ബൂന അസ്സൗതൽ ഹസന ഫിദ്ദുനിയാ, എന്റെ അടിമകൾ ലോകത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നല്ല ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഫയദഊനഹു മിൻ അജലി, എന്നെ ഓർത്തവരത് ചെയ്യാതിരുന്നതാണ്. മ്യൂസിക് സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ നാച്ചുറൽ ഇൻക്ലിനേഷൻ, നാച്ചുറലി നമ്മൾ അതിലേക്ക് അട്രാക്റ്റഡ് ആയി പോകും. മ്യൂസിക്കിന് അങ്ങനെ ഒരു റിതമുണ്ട്, ഒരു താളമുണ്ട്. ആരൊക്കെ ചെറിയ മക്കളെ കണ്ടിട്ടില്ലേ, പാട്ട് വെച്ചുകൊടുത്താൽ താനേ നൃത്തം ചെയ്യുന്നു. ആരാവരെ പഠിപ്പിച്ചത്? താനേ നൃത്തം ചെയ്യും. കാണാൻ കേൾക്കാൻ കൊതിയുള്ള ശബ്ദം, അത്തരം ശബ്ദം കേൾക്കണമെന്ന് എന്റെ അടിമകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഫയദഊനഹു മിൻ അജലി, അത്തരം കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ടി അവർ ഉപേക്ഷിച്ചവരാണ്. ഫസ്മിഉ ഇബാദി, എന്റെ അടിമകൾക്ക് ഇന്നിവിടെ കേൾപ്പിച്ചു കൊടുക്കണമേ എന്ന് അല്ലാഹു തആല പറയുകയും, ഫയഖുദൂന ബിഅസ്വാതിൻ മിൻ തസ്ബീഹിൻ വതക്ബീരിൻ ലം യസ്മഊ ബിമിസ്ലിഹി ഖത്ത്, ഒരിക്കലും കേട്ടിട്ടില്ലാത്തത്, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത്, അത്രയും മനോഹരമായി അല്ലാഹുവിന്റെ തസ്ബീഹിന്റെയും തഹ്ലീലിന്റെയും തക്ബീറിന്റെയും ശബ്ദം മലാഖമാരുടെ അകമ്പടിയോടുകൂടെ അല്ലാഹു ജല്ല ജലാലു ഇവർക്ക് കേൾപ്പിക്കുമെന്ന് മഹാനായ ഷഹ്റു ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. അല്ലാഹുവേ, ഞങ്ങളുടെ കാതുകളെ നിനക്ക് ഇഷ്ടമില്ലാത്തവയിൽ നിന്ന് കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകണമേ. മുഅ്മിനത്തുകൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഖാബിളാതു അലൽ ജംറ, തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ നമ്മുടെ ചുറ്റുപാട് മുഴുവനും അതുണ്ട്. നമ്മുടെ പോക്കറ്റിലുള്ള മൊബൈൽ ഫോണുകളിൽ മ്യൂസിക് ഉണ്ട്, നമ്മൾ അലാം വെക്കുന്ന ഡിവൈസുകളിൽ മ്യൂസിക് ഉണ്ട്, എല്ലാറ്റിലും തൊടുന്നതിൽ മുഴുവനും മ്യൂസിക് ഉണ്ട്. അതിന്റെ ഇടയിലാണ് മുഅ്മിനീങ്ങൾ ജീവിക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഈ ഹദീസുകൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നത്. ഇതിന്റെയൊക്കെ ഇടയിലാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനികമായ ഒരു ധൈര്യം തന്നാൽ ഇതൊക്കെ എളുപ്പമാണ്. നസ്രങ്ങളുടെ ഉമ്മ, ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, വേറെ എന്തെല്ലാം പാട്ടുണ്ട് മോളെ പാടിക്കൊടുക്കാൻ, എന്തൊക്കെ പാട്ട് പാടിക്കൊടുക്കാൻ പറ്റും നിന്റെ കുഞ്ഞിനെ. ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹും വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി മതിയോ എന്ന് പറഞ്ഞപ്പോഴാണ് വല്ലാഹി ഇന്നി ഉഇദ്ദു വലദീ ലിഅംരിൻ ലാ തഅലമു, നിങ്ങൾ അറിയാത്ത വിധം എന്റെ മകനൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്, എന്റെ മകന്റെ ഭാവി നിങ്ങൾ കാണുന്നിടത്തല്ല എന്ന് ഭർത്താവിനോട് പറയാറുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് വരുന്നു. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുഞ്ഞായി സംസാരപ്രായം തുടങ്ങുന്ന സമയത്ത് ഫകാന അവ്വല മാ തകല്ലമ ബിഹി അനസുൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. فكان أول ما تكلم به അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ നാവ് കൊണ്ടൊരു സെന്റൻസ് പറഞ്ഞത്, ആദ്യമായൊരു വാക്ക് പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു കുഞ്ഞിനത് പറയാൻ പ്രയാസം വരും. പക്ഷേ നിരന്തരം പറഞ്ഞുകൊടുത്ത് മോനെ നീ പാട്, മോനെ നീ പറ, മോനെ നീ ചൊല്ലെന്ന് പറഞ്ഞ് ഉമ്മ നിരന്തരം പറഞ്ഞുകൊടുത്ത് ആദ്യം അനസ് റളിയല്ലാഹു അൻഹു നാവുകൊണ്ട് പറഞ്ഞ വാക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് മദീനയിലേക്ക് വന്നിരിക്കുന്നു. ഹബീബിനെ സ്വീകരിക്കുന്നത് പാട്ടുപാടിയിട്ട്, നല്ല നല്ല മദ്ഹ് ഗാനങ്ങൾ പാടിയിട്ട്, ദഫ് മുട്ടിയിട്ട് നബിയെ സ്വീകരിച്ചുവല്ലോ. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. ആരെയും ചുരുക്ക് പാടാൻ പറ്റുന്നവരുണ്ടോ? എന്ത് രസമുള്ള പാട്ടാണതല്ലേ. അൽഹംദുലില്ലാഹ്, മുത്തുനബി സ്വീകരിച്ച വാക്കുകളാണത്. മൗലൂദൊക്കെ സിനിമാ സ്റ്റൈലിൽ പാടുന്ന മൂല്യന്മാരുണ്ട്. ദയവ് ചെയ്തിട്ട് നിർത്തണേ. റബീഉൽ അവ്വൽ വരുമ്പോഴേ ഓരോ ബൈത്തിനും ഓരോ ശൈലി. സുബ്ഹാനല്ലാഹ്, ഒപ്പം കൊടുത്തുന്നവർക്ക് ചെല്ലാനും പറ്റുന്നില്ല, എന്നിട്ട് ഒപ്പം പിടിച്ചിട്ട് എത്തുന്നില്ല. പല പല സ്റ്റൈല്. ഒന്നും വേണ്ട, അതിന്റെ ആ അദബിലുള്ള ശൈലിയിലൊന്ന് ഊതിയാൽ മതി. അതല്ലേ ഖൈർ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഈ ശൈലിയാണെന്നറിയോ ഞങ്ങളെടുത്തുള്ളതെന്ന് അറിയാൻ വേണ്ടിട്ട്. സുബ്ഹാനല്ലാഹ്, മുത്തുനബി വന്നപ്പോ പാടുകയാണ് ത്വലഅൽ ബദ്റു അലൈനാ, പൂർണ്ണ ചന്ദ്രൻ ഞങ്ങൾക്ക് മേൽ ഉദിച്ചിരിക്കുന്നു. സനിയാത്തുൽ വദാഇൽ ഉദിച്ചു വന്നിരിക്കുന്നു. വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. അല്ലാഹുവിലേക്ക് ഞങ്ങളെ വിളിക്കാൻ വന്ന നബിയെ, അങ്ങയോട് ഞങ്ങൾ നന്ദി ചെയ്യേണ്ടവരാണല്ലോ. മദീനക്കാർ സ്വീകരിക്കാൻ മക്കക്കാർ ഓടിച്ചതാണ്. അതൊരു വ്യത്യാസം നോക്കണം. അൻസ്വാരികളും മുഹാജിറുകളും നബിക്ക് വേണ്ടി ത്യാഗം സഹിച്ചു. മക്കക്കാർ നിബിധങ്ങളെയും മുഹാജിറുകളെയും ഉപദ്രവിക്കാൻ. ഒരു മാറ്റം നോക്കണേ, കൈകൊടുത്ത് സ്വീകരിക്കാൻ. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെയും താബിഈങ്ങളെയും സ്വീകരിച്ച മണ്ണാണ് കാസർഗോഡിന്റെ ഈ പരിസര മണ്ണുകൾ. മലിക് ദീനാർ നിങ്ങൾ കിടക്കുന്ന വലിയ ദൂരത്തല്ലല്ലോ. നിങ്ങൾക്കൊക്കെ അതിന്റെ ഒരു സൗഭാഗ്യം കിട്ടിയ തലമുറകൾക്ക് പിന്നിൽ വന്നവർ, നിങ്ങളുടെ ഉപ്പാപ്പമാർ ചെയ്ത വലിയൊരു സേവനം അവരെ സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ്, ആ ഒരു ഹോസ്പിറ്റാലിറ്റി, ദീനിനോടുള്ള സ്നേഹം കാസർകോട്ടുകാർക്ക് എപ്പോഴുണ്ട്. അത് നിങ്ങളെ മുഖസ്തുതി പറയല്ല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ജില്ല എന്നൊക്കെ പറയാൻ പറ്റും കാസർഗോഡ് ജില്ലയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വലിയ ഒരു നല്ലൊരു മാറ്റം അൽഹംദുലില്ലാഹ്. പിന്നെ കുറച്ച് കുരുത്തക്കേടൊക്കെ ചെറുപ്പക്കാരത്തുണ്ട്. അപ്പൊ എല്ലാ നാട്ടിലും ഇല്ലേ അല്ലെ? തിരുവനന്തപുരം, കാസർഗോഡ് ഭയങ്കര കുരുത്ത. അങ്ങനൊന്നുമില്ല, എല്ലാ നാട്ടിലും ഉണ്ട്. പൈസ കൈ കിട്ടിയ എല്ലാവരും ചെയ്യുന്ന കുരുത്തക്കേടൊന്നും ഇവിടെ ഉള്ളവരും ചെയ്യുന്നുള്ളൂ. അതും കൂടെ നമുക്ക് നിർത്തണമെന്ന ആഗ്രഹം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തില്ലല്ലേ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.